വരുന്ന ഡ്യൂറന്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും പങ്കെടുക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ ആരാധകർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടി വരില്ല. പക്ഷേ സെപ്റ്റംബർ ആദ്യ വീക്കിൽ ISL അരങ്ങേറുമ്പോൾ എല്ലാ ക്ലബ്ബുകളും വമ്പൻ മാറ്റങ്ങളും സൈനിങ്ങുകളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുൻപ് ഹൈദരാബാദ് FC ഇപ്പോഴത്തെ ഡൽഹി FCയുടെ ഇൻവെസ്റ്റർ ഇല്ലാത്ത അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ് ബ്ലാസ്റ്റേഴ്സ്. നിഖിലിനും മാഗ്നം സ്പോർട്സിനും ഇനി ബ്ലാസ്റ്റേഴ്സിൽ പൈസ ഇറക്കാൻ തയ്യാറല്ല എന്ന തീരുമാനം വരുമ്പോൾ പുതിയ ഇൻവെസ്റ്റർ ഇന്ന് വരും നാളെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും. നിലവിൽ SLK ക്ലബ്ബായ കാലിക്കറ്റ് FCയുടെ ഓണറും IBS സോഫ്റ്റ്വെയർ ഉടമയുമായ മാത്യൂസ് അടക്കമുള്ള വമ്പന്മാർ ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ നടന്നാൽ തന്നെ ടീമിനെ സെറ്റാക്കിയെടുക്കാനും താരങ്ങളെ കൊണ്ടുവരാനും ഒരുക്കാനും പ്രീ സീസൺ ആരംഭിക്കാനും സമയം അത്ര ലഭ്യമല്ല. അത് വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ്. എന്നാലും ക്ലബ്ബ് ഇല്ലാതാകില്ല എന്നതിൽ ആരാധകർക്ക് ആശ്വസിക്കാം. ജർമ്മൻ സെക്കൻഡ് ടയർ ക്ലബ്ബായ ഹെന്നോവർ 96 ബ്ലാസ്റ്റേഴ്സുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും അവർ ബ്ലാസ്റ്റേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ MOU മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെക്കാനുള്ള സാധ്യതയുണ്ട്. അതുവഴി യുവതാരങ്ങളുടെ വികസനം, താരങ്ങളെ ട്രയൽസിനും ലോണിലോ മറ്റോ ട്രാൻസ്ഫറുകൾ നടത്താനും സ്കൗട്ടിംഗ്, പരിശീലനം, അക്കാദമി, കോച്ചിംഗ് തുടങ്ങി സാങ്കേതിക സഹായങ്ങളും ബ്ലാസ്റ്റേഴ്സിന് ഇതുവഴി ലഭ്യമാകും. സോ നല്ലൊരു കാര്യമായി തന്നെ ഇതിനെ കാണാനാകും. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ അവസ്ഥ വെച്ച് താരങ്ങൾക്ക് ഉറപ്പ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഓരോ താരങ്ങളും ക്ലബ്ബ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കെവിൻ യോക്കോയും സഹീഫും ക്ലബ്ബ് വിട്ടതായി ഒഫീഷ്യലായിട്ടുണ്ട്. സഹീഫ് ചെന്നൈയിൻ FCയിലേക്കാണ് കൂടുമാറിയത്. സോ ഇനി വരും ദിവസങ്ങളിൽ ഏതൊക്കെ താരങ്ങൾ ക്ലബ്ബ് വിടുമെന്ന കാര്യത്തിൽ കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.